ഷൗക്കത്ത് അലിയുടെ വരവ് പിണറായി മൂട്ടിൽ തീപിടിച്ചതുപോലെ ഓടുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ പോലീസിലെ സഹാക്കളായ പോലീസ് ഗുണ്ടകൾ കാണിച്ചു കൂട്ടിയതിനൊക്കെ തിരിച്ചടി ലഭിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ഈ ആഭ്യന്തരം പിണറായി കൈകാര്യം ചെയ്തിരുന്നപ്പോഴും ഭരിച്ചത് മുഴുവൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത് ആരൊക്കെ എവിടെയൊക്കെ ജോലി ചെയ്യണം, ആർക്കൊക്കെ ട്രാൻസ്ഫർ കൊടുക്കണം, ആരെയൊക്കെ വീട്ടിലിരുത്തണം, ആർക്കൊക്കെ എതിരെ റിപ്പോർട്ട് ഉണ്ടാക്കണം, ഇതൊക്കെ തീരുമാനിച്ചത് രണ്ടു പേരാണ്, പ്രശാന്തും ബിജുവും. ഈ പ്രശാന്തും ബിജുവും ഇടത് യൂണിയൻ സംഘടനയുടെ നേതാക്കൾ കൂടിയാണ്. ഈ പ്രശാന്തും ബിജുവും ഒരിക്കലും യൂണിഫോം ധരിക്കില്ല. യൂണിഫോം ധരിക്കാതെയാണ് ഇവരുടെ രാജാവായ വാഴ്ചയത്രയും. യൂണിഫോം ധരിക്കാതെ എല്ലാവരെയും കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പ്രശാന്ത് ബിജുവും കൈക്കൊണ്ടിരുന്ന രീതി. ഈ DGPയേക്കാൾ വലിയ പവറായിരുന്നു ഈ പ്രശാന്തിനും ബിജുവിനും പിണറായി ആഭ്യന്തരം ഭരിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ബിജുവിനും പ്രശാന്തിനും അടക്കം ഇപ്പോൾ 8ന്റെ പണിയാണ് വന്നിരിക്കുന്നത്. അതായത് CPM തന്നെ കാലാകാലങ്ങളായി കേരളം ഭരിക്കും, പിണറായി തന്നെ ആഭ്യന്തര വകുപ്പ് ഭരിക്കും. അതുകൊണ്ട് തങ്ങളെ ചോദ്യം ചെയ്യാനും നിലയ്ക്ക് നിർത്താനുമൊന്നും ആരും ഉണ്ടാകില്ല, എല്ലാം തങ്ങൾ തീരുമാനിക്കും പോലെയാകും എന്ന് ചിന്തിച്ച രണ്ട് സഹാക്കന്മാരായ പോലീസ് ഗുണ്ടകൾക്ക് പണി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രശാന്ത് 2007 സർവീസിൽ കയറിയ ആളാണ്. 2007 SI സെലക്ഷൻ കിട്ടി സർവീസിൽ കയറിയ ആളാണ്. ഈ പ്രൊബേഷൻ പീരീഡ് സമയത്ത് മാത്രമാണ് ഈ പ്രശാന്ത് യൂണിഫോം ധരിച്ചത്, പോലീസ് യൂണിഫോം ധരിച്ചത്. അല്ലാത്ത സമയത്തൊക്കെ സിവിൽ ഡ്രസ്സിലാണ് നടക്കുന്നതൊക്കെ. കാരണം രാജാവിൻ്റെ ആളാണല്ലോ, രാജാവിൻ്റെ ആളാവുമ്പോൾ തനിക്ക് എന്തും കാണിക്കാമല്ലോ. അതുകൊണ്ട് രാജാവിൻ്റെ ആളായി വിലസി നടക്കുകയായിരുന്നു ഈ പ്രശാന്ത് എന്ന് പറയുന്ന ആള്. അപ്പോൾ ഈ പ്രശാന്ത് 2011 ദേവസ്വം ബോർഡിൽ ഇന്റലിജൻസ് വിഭാഗത്തിൽ കയറി. അതിനുശേഷം 2019 ഒരു പൂജാരിയുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടായപ്പോൾ സ്ഥലം മാറ്റം കിട്ടി. അതിനുശേഷം 2019 മുതൽ 2026 വരെ സ്പെഷ്യൽ ബ്രാഞ്ചിലാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത്. അതുവരെ യൂണിഫോം ഇട്ടിട്ടേ ഇല്ല. യൂണിഫോം ഇടാതെ എല്ലാവരെയും ഭരിച്ച് DGPയേക്കാൾ മുകളിലാണ്. അതായത് DGPക്ക് ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ പോലും ഇയാളോട് ചോദിക്കണം. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് ഈ UDF സർക്കാർ അധികാരത്തിൽ വരുന്നു, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാവുന്നു, കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. അപ്പോഴാണ് പ്രശാന്തിന് 8ന്റെ പണി കിട്ടിയത്. ഇനി ഇരുന്ന് നമ്മൾ നാടൻ ഭാഷയിൽ പറയുമല്ലോ, ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും സമയം കിട്ടാത്ത അവസ്ഥയിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷനാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ. ഒരു ദിവസം 50-60 കേസുകളാണ് അവിടെ രജിസ്റ്റർ ചെയ്യുന്നത്. ആ FIR ഇടുന്നതും അത്ര വലിയ പോലീസ് സ്റ്റേഷനാണത്. ആ പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുകയാണ് പ്രശാന്തിനെ. അതായത് പ്രശാന്തിനി ഒന്ന് മുള്ളാൻ പോലും സമയമില്ലാതെ ഓടിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും, അതും യൂണിഫോമിൽ. ഇനി പഴയ തരികിട വേലകളും കള്ളക്കളികളും ഒന്നും ഇവിടെ നടക്കില്ല. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധികാരമേറ്റുടനെ പ്രശാന്തിന്റെ യൂണിഫോം ഇടിയിപ്പിച്ചു എന്നുള്ളതാണ്. ഇടത് സംഘടനയുടെ നേതാക്കളൊക്കെ ഒന്ന് സൂക്ഷിച്ചോ. ആഭ്യന്തരം രമേശ് ചെന്നിത്തലയുടേതാണ്, ഒരു മികച്ച ആഭ്യന്തരമന്ത്രി തന്നെയാണ് രമേശ് ചെന്നിത്തല, അത് പറയാതിരിക്കാൻ കഴിയില്ല. ഇനി അടുത്തൊരാളുണ്ടല്ലോ ബിജുവിനും സ്ഥലം മാറ്റം കിട്ടിയിട്ടുണ്ട്. ബിജുവിനും യൂണിഫോം ഇട്ട ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ട അവസ്ഥയുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇതിനിടയിലാണ് പിണറായിക്ക് മൂട്ടിൽ തീപിടിച്ച് ഓടേണ്ടി വരുന്നത് പോലെ മറ്റൊരു പണി കിട്ടിയത്. AP ഷൗക്കത്ത് അലി 1995 അദ്ദേഹം SI ടെസ്റ്റ് എഴുതി 1ാം റാങ്കോടെ പാസ്സായ ആളാണ്. IAS കിട്ടേണ്ട ആളും കൂടിയാണ് അദ്ദേഹം. എന്നിട്ടും അദ്ദേഹത്തെ അതിൽ നിന്നൊക്കെ മാറ്റി നിർത്തി അദ്ദേഹം പിണറായി വിജയൻ സർക്കാരിന്റെ കൊടും ക്രൂരത സഹിക്കാൻ വയ്യാതെ അദ്ദേഹം ഡെപ്യൂട്ടേഷൻ NIയിലേക്ക് പോകുന്നു. അവിടെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡുകളിൽ അദ്ദേഹം ജോലി ചെയ്യുന്നു. തീവ്രവാദത്തിനെതിരെ വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്നു. പല കേസുകളും തെളിയിക്കപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം അത്തരത്തിൽ ഡെപ്യൂട്ടേഷനിൽ മികച്ച ഒരു ഉദ്യോഗസ്ഥനായി നിൽക്കുന്നു. എന്താണ് ഈ പിണറായിക്ക് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഷൗക്കത്ത് അലിയോട് ഇത്ര ചുരുപ്പെന്ന് ചോദിച്ചാൽ, ഈ TP ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിക്കുന്നത് തലശ്ശേരിയിൽ ഷൗക്കത്ത് അലി DYSP ആയിരിക്കുന്ന സമയത്താണ്. അപ്പോൾ TP ചന്ദ്രശേഖർ വധക്കേസിലെ പ്രതികളെ അന്ന് മുടക്കോഴി മലയിൽ എത്തി ഈ വനം വെട്ടുകാരന്റെ വേഷത്തിൽ ഷൗക്കത്ത് അലി ഉദ്യോഗസ്ഥരും എത്തി പൊക്കിക്കൊണ്ട് വരികയാണ് ചെയ്തത്. അതിനുശേഷം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന P മോഹൻ ഈ കേസുമായി ബന്ധപ്പെട്ട വഴിയിൽ തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്ത ഒരു സംഭവമൊക്കെ ഉണ്ടായി. ഇതാ ഇടത് സഹാക്കളെ വല്ലാതെ വിളറി പിടിപ്പിച്ചു, ഭയപ്പെടുത്തി.
അവര് കൃത്യമായ നീക്കങ്ങളൊക്കെ നടത്തി. ഈ കേസ് അന്വേഷിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്താണ്. അന്ന് തിരുവഞ്ചൂരും ഇടതുപക്ഷത്തെ ചില നേതാക്കളും ഒക്കെ ചേർന്ന് ചില കള്ളക്കളികളൊക്കെ നടത്തി, കോൺഗ്രസിലെ തന്നെ ചില പ്രമുഖരൊക്കെ കള്ളക്കളി നടത്തി കേസുകളൊക്കെ അട്ടിമറിച്ചു. ഷൗക്കത്ത് അലി അന്ന് ഇടതുപക്ഷത്തിന്റെ കണ്ണിലെ കരടായി മാറി. അന്ന് മുതൽ ഷൗക്കത്ത് അലി എങ്ങനെ അദ്ദേഹത്തിന് IPS പദവി കിട്ടേണ്ട സമയത്ത് പല പേപ്പറുകളും എന്താ പറയുക യഥാർത്ഥ ഒറിജിനൽ പേപ്പറുകൾ അയക്കാതെ പിന്നെ ഫോട്ടോ കോപ്പികളൊക്കെ അയച്ച് അദ്ദേഹത്തിന് പണി കിട്ടി. പല തവണ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചു. പല ഉയർന്ന പോസ്റ്റുകളിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി. ഇപ്പോൾ ജേക്കബ് തോമസിനെയും പ്രശാന്ത് ബ്രോയെ അശോകനെയൊക്കെ ചെയ്തതുപോലെ വളരെ ക്രൂരവും മൃഗീയവുമായ രീതിയിലാണ് അവരോട് പെരുമാറിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഷൗക്കത്ത് അലി ആലപ്പുഴയിൽ എത്തിയിരിക്കുകയാണ്. ആലപ്പുഴയിൽ കമ്മീഷൻ ഓഫീസിലാണ് ഈ 15 ദിവസത്തിനകം യൂത്ത് കോൺഗ്രസുകാരെ അടിച്ച കേസിൽ റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഷൗക്കത്ത് അലിയോട് പറഞ്ഞിരിക്കുന്നത്. ഷൗക്കത്ത് അലി കൃത്യമായി 15 ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് നൽകുക. അപ്പോൾ ആലപ്പുഴയിൽ വച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പണി കൊടുത്ത പിണറായിക്ക് ആലപ്പുഴയിൽ തന്നെ പണി കൊടുക്കാൻ ഒരുങ്ങുകയാണ് UDF എന്നുള്ളത്. ഷൗക്കത്ത് അലി മികച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഒരു താല്പര്യങ്ങൾക്കും വഴങ്ങാത്ത, അതായത് UDFന്റെ താല്പര്യങ്ങൾക്കും വഴങ്ങില്ല, മറ്റ് നേതാക്കളെയോ ഇനി പിന്നെ ഏത് വമ്പന്മാരുടെയും നീക്കങ്ങൾക്കോ നിലപാടുകൾക്ക് മുന്നിലോ വഴങ്ങാത്ത സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ്. നമുക്ക് നേരത്തെ P. വിജയനൊക്കെ ഇതുപോലെ ഏറ്റവും നട്ടലുള്ള സമർത്ഥനായ ചങ്കുറപ്പുള്ള ഉദ്യോഗസ്ഥരായിരുന്നു. എലത്തൂരിലെ ട്രെയിൻ തീവയ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് അദ്ദേഹത്തെ CPM മാറ്റി നിർത്തിയ ഇതൊക്കെ ഉണ്ടായി. അദ്ദേഹത്തെ കൂടെ തിരിച്ചു കൊണ്ടുവരാൻ VD സതീശൻ സർക്കാർ ശ്രമിക്കണം. കാരണം ഇത്തരത്തിൽ നല്ല ഇപ്പൊ ജേക്കബ് തോമസ് കൂട്ടിലിട്ട തത്ത എന്നൊക്കെ വിളിച്ചുകൊണ്ട് ജേക്കബ് തോമസിനെ ഏതൊക്കെ രീതിയിൽ അധിക്ഷേപിക്കാനും അവഹേളിക്കാനും ഒക്കെ കഴിയുമോ അതിൻ്റെയൊക്കെ അങ്ങറ്റം അദ്ദേഹത്തെ അവസാനം ഒരു മൂലയെ കൊണ്ടുപോയി ഈ കോടാലിയും പിക്കാസും ഒക്കെ വിൽക്കുന്ന ഉണ്ടാക്കുന്ന അത്തരം ഒരു വകുപ്പുണ്ട്. അതിന്റെ മൂലയ്ക്ക് കൊണ്ട് ഏറ്റവും അവിഷ്യൻ്റായ ഒരു ഉദ്യോഗസ്ഥരെ തള്ളി എന്നൊക്കെ പറയുമ്പോൾ ഈ പിണറായി വിജയൻ കാണിച്ചു കൂട്ടിയ ക്രൂരതകൾക്ക് ഓരോന്നിനും എണ്ണി 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 പിണറായി മറുപടി പറയാൻ പോവുകയാണ്. ഷൗക്കത്ത് അലി അങ്ങനെ വെറുതെ ഇരിക്കില്ല. ഷൗക്കത്ത് അലി നല്ല ഒന്നാന്തരം പണി തന്നെ കൊടുക്കും. ഈ തോമസ് ഇപ്പൊ MLA ആണ്. തോമസിനെയും അജയ് ജുവൽ കുര്യാക്കോസിനെയും അടിച്ച് നിലംപരിശാക്കിയവന്മാരെയൊക്കെ തീർക്കാൻ തന്നെയാണ് ഷൗക്കത്ത് അലിയുടെ തീരുമാനം. കാരണം തീർക്കുക എന്ന് പറയുമ്പോൾ അതൊരു ചമച്ചുണ്ടാക്കിയ കേസല്ല, കള്ളക്കേസുമല്ല, അത് കൃത്യമായ ഒരു കേസ് തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി പോയപ്പോൾ നവകേരള ബസ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ പിണറായി ചുറ്റാനിറങ്ങിയപ്പോൾ രാജാവിന്റെ നേരെ കരിങ്കൊടി കാണിച്ചു. കറുത്ത തുണി കണ്ടാൽ പണ്ടേ അങ്ങേർക്ക് ഹാലിളകും. കറുത്ത കുട കാണാൻ പാടില്ല, കറുത്ത തുണി കാണാൻ പാടില്ല, കറുത്ത വസ്ത്രങ്ങൾ കാണാൻ പാടില്ല, കറുത്ത മനുഷ്യരെ കാണാൻ പാടില്ല. ഇയാൾക്ക് അപ്പ അങ്ങ് കലിയിളകും. അതിനെയൊക്കെ അടിച്ചോട്ടിക്കുകയാണ് പോലീസ് ഗുണ്ടകളുടെ ജോലിയായിരുന്നത്. അങ്ങനെ കറുത്ത കരിങ്കൊടി കാണിച്ചു. അതും പിണറായി സഞ്ചരിച്ച നവകേരള ബസ് പോയതിനു ശേഷം ആലപ്പുഴ താലൂക്ക് ആശുപത്രിയുടെ മുന്നിൽ നിന്ന് അത് കടന്നുപോയതിനു ശേഷമാണ് ഇവർ രണ്ടുപേരും കരിങ്കൊടി കാണിക്കാതെ. ഒരു പ്രതിഷേധമാണ്, ഭരിക്കുന്ന പാർട്ടിയോടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമാണ്. ആ പ്രതിഷേധം കാണിച്ചതിന് തല പൊട്ടുമാറ് അടിച്ച് എന്താ പറയുക ഇഞ്ച പരുവമാക്കി അവർ ആശുപത്രിയിലാവുന്നു. അങ്ങനെ എന്തൊക്കെ വൃത്തികേടുകളാണ് ഈ പിണറായി ഇവിടെ കാണിച്ചു കൂട്ടിയത് എന്നുള്ളത്, പിണറായിയും പിണറായിയുടെ പോലീസുകാരും കാണിച്ചു കൂട്ടിയത് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും 8ന്റെ പണി വരുന്നുണ്ട്, മകനെ കാത്തിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിണറായി വിജയന്റെ സെക്യൂരിറ്റിയിൽ തുടർ ഭരണം എന്നാഗ്രഹിച്ച് അപേക്ഷ കൊടുത്തിരിക്കുന്നു. ഷൗക്കത്ത് അലി രംഗത്തിറങ്ങിയിട്ടുണ്ട്. പിണറായിയുടെ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും മൂട്ടിൽ തീയിട്ടുകൊണ്ടാണ് ഷൗക്കത്ത് അലിയുടെ വരവ്. അതൊരു 1.5 വരവായിരിക്കും. സഹാക്കന്മാർ കരുതിയിരുന്നു. ഇനി കൃത്യമായി ജനങ്ങളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കുന്നവരാണ് പോലീസ് എന്നുള്ളതിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ അത് കൃത്യമായി കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും. അവർക്ക് അതിനുള്ള എല്ലാ സംരക്ഷണവും ഉണ്ടാകും. പിണറായി ഇത് വീട്ടിലിരുന്നൊന്ന് കാണണം.